റിവിറ്റ് MEP മലയാളത്തിൻ്റെ 40ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈ വോളിലേക്ക് വേണ്ടുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ പെയിൻസും എല്ലാം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെയിൻറ്റും മെറ്റീരിയലും എല്ലാം നമ്മളെ വോളിലേക്ക് കൊണ്ടുവരണം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒന്ന് 3D വ്യൂയിലേക്ക് പോവാം. ഓക്കെ, 3D വ്യൂ ഒന്ന് നോക്കാം. ഈ 3D വ്യൂ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. ഇതിൻ്റെ റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു രീതി തന്നെയാണ്. ഓക്കെ, ഷെഡിലേക്ക് പോയാൽ ഓക്കെ സെയിം തന്നെയാണ്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് ഈ ഒരു വോളിലേക്ക് ഇതെല്ലാം കൊണ്ടുവരുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാഡിങ് ഇവിടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ലെവൽ 2ലേക്ക് വന്നിട്ടുണ്ട്. ലെവൽ 2ൽ വന്നതിന് ശേഷം ഈ ഒരു വോൾ സെലക്ട് ചെയ്യണം. ഈ ഒരു വോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് വന്നു. എഡിറ്റ് ടൈപ്പിൽ വന്നതിന് ശേഷം ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റിലൊരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഗ്ലാഡിങ് എന്ന് ഇവിടെ പേര് കൊടുത്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ടൈപ്പിലേക്ക് പോകണം. ഇവിടെ സ്ട്രക്ചർ എഡിറ്റ് കൊടുക്കണം. അതിനുശേഷം നമുക്ക് 2 മെറ്റീരിയലാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഒരു മെറ്റീരിയലും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസെർട്ട് കൊടുത്തു. ഓക്കെ, ഈ ഒരു എക്സ്റ്റീരിയൽ മെറ്റീരിയലിന് ഒരു തിക്നെസ് കൊടുക്കണം. ഇപ്പോൾ ഗ്ലാഡിങ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 15 mm തിക്നെസ് കൊടുത്തു. എനിക്ക് വേണമെങ്കിൽ 200 mm എന്ന് 50 mm തിക്നെസ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് 50 mm കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പം 150 mm ഇവിടെ തിക്നെസ്. അപ്പോൾ ടോട്ടൽ 200 mm ആയിരിക്കും വോളിൻ്റെ തിക്നെസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ എക്സ്റ്റീരിയൽ മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എക്സ്റ്റീരിയൽ മെറ്റീരിയൽ ഞാൻ ഓൾറെഡി ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഗ്ലാഡിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ. അത് ഞാൻ കൊടുക്കുവാണ്. അപ്പിയറൻസ് നോക്കാം. അപ്പിയറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ ലോഡ് ആവാനായിട്ട് അല്പം ടൈം എടുക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പിയറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഗ്രാഫിക്സിലേക്ക് വന്നതിന് ശേഷം ഏറെക്കുറെ എനിക്കത് ഷെയ്ഡിൽ കാണിക്കേണ്ടത് ഈ ഒരു കളർ തന്നെയാണ്. ഓക്കെ, ഇവിടെ പാറ്റേണോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ എടുത്ത് ഓക്കെ ഇവിടെ ഓക്കെ എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഇൻറ്റീരിയലിനുള്ള മെറ്റീരിയൽ ആഡ് ചെയ്യാൻ പോകും. ഓക്കെ, ഇൻറ്റീരിയൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫിനിഷിംഗ് എന്നുള്ള മെറ്റീരിയൽ. ഓക്കെ, അത് കൊടുത്തു. അതിനുശേഷം അപ്പിയറൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് മെറ്റീരിയൽ എന്നുള്ളത് കാണിച്ചു തരും. ഇവിടെ വൈറ്റ് ആണ് ഉള്ളത്. ഓക്കെ, എനിക്ക് ഏറെക്കുറെ ഷെയ്ഡിൽ കാണിക്കേണ്ടതും സെയിം വൈറ്റ് തന്നെയാണ്. അതിനുശേഷം ഇവിടെ അപ്ലൈ. ഓക്കെ, ഇവിടെയും ഓക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു 3 വോളും ചെയ്യണം. ഓക്കെ, അങ്ങനെ ഞാൻ ഈ 2 വോളിലും കൂടെ സെയിം രീതിയിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ 3D വ്യൂ ഒന്ന് നോക്കാം. 3D വ്യൂ നോക്കുമ്പോഴേക്കും ഇതിപ്പം ഷെയ്ഡഡിലാണ് കിടക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പം വോളിൽ മാത്രമേ ഈ ഗ്ലാഡിങ് വന്നിട്ടുള്ളൂ. നമുക്ക് ഈ കോളത്തിലും ഇതുപോലെ ഗ്ലാഡിങ് കൊടുക്കണം. ഓക്കെ, അതിനും സെയിം രീതി തന്നെയാണ്. ഇതിനെ സെലക്ട് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം, മെറ്റീരിയൽ ആഡ് ചെയ്യണം. പക്ഷേ ഇവിടെ കോളത്തിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കോളത്തിന് നമുക്ക് 2 മെറ്റീരിയൽ ആഡ് ചെയ്യാൻ കഴിയത്തില്ല. നമുക്ക് നോക്കാം. ഈ ഒരു കോളം സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ എഡിറ്റ് ടൈപ്പിലേക്ക് പോയിട്ട് ഇവിടെ മെറ്റീരിയൽ നോക്കാം. മെറ്റീരിയൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, മെറ്റീരിയൽ എടുക്കാൻ നേരത്തെ ഇവിടെ മെറ്റീരിയൽ ബ്രൗസറിലേക്ക് വരും. ഇവിടെ നമുക്ക് നോക്കാം പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ ബ്രൗസറിലേക്കാണ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എടുപ്പോൾ ഈ ഗ്ലാഡിങ് തന്നെ എടുക്കുകയാണ്. ഓക്കെ, വേറെ മെറ്റീരിയൽ ഒന്നും ഇവിടെ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതായത് 2 മെറ്റീരിയൽ ഒരു പ്രോപ്പർട്ടിയിൽ 2 മെറ്റീരിയൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല കോളത്തിൽ. ഓക്കെ, അപ്ലൈ ചെയ്തു. ഓക്കെ എടുത്തു. ഇവിടെ നോക്കാം പറയാം. ഇവിടെ ഈ ഒരു കോളം മൊത്തത്തിൽ ആ ഒരു ഗ്ലാഡിങ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു സൈഡിൽ ഗ്ലാഡിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്തൂടെ നോക്കുമ്പോഴും ഇവിടെ എല്ലാം ഗ്ലാഡിങ് വന്നിട്ടുണ്ട്. ഈ കോളത്തിലെല്ലാം ഗ്ലാഡിങ് വന്നിട്ടുണ്ട്. കാരണം എന്താണ്, ഇതെല്ലാം ഒരൊറ്റ ടൈപ്പ് കോളമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോളത്തിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ കോളത്തിലെല്ലാത്തിലും ആ ഒരു വ്യത്യാസം വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ ഞാനിപ്പം ഈ കോളത്തിൽ ഈ ഗ്ലാഡിങ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നില്ല. പകരം പെയിൻറ്റിങ് ചെയ്യാം. ഈ സെയിം ഗ്ലാഡിങ്ങിൻ്റെ തന്നെ പെയിൻറ്റിങ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാഡിങ് ഈ ഒരു കോളത്തിൽ നിന്ന് മാറ്റി. അതിനുവേണ്ടി വേറൊന്നുമില്ല, CTRL Z കൊടുത്തു. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇവിടെ സെയിം ഗ്ലാഡിങ്ങിൻ്റെ പെയിൻറ്റിങ് ഇവിടെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മോഡിഫൈ ടാബിലേക്ക് വരണം. മോഡിഫൈ ടാബിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ പെയിൻറ്റിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ PT ആണ് എൻ്റെ ഷോർട്ട് കീ. പെയിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ പെയിൻറ്റ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ നമുക്ക് മെറ്റീരിയൽ ബ്രൗസർ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽസാണ് ഇവിടെ എനേബിൾ ആയിട്ട് വരുന്നത്. ഇവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ച ഫയലുണ്ട്. അതുപോലെ തന്നെ ഗ്ലാഡിങ് മെറ്റീരിയലിനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതെടുത്താലും നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഗ്ലാഡിങ് സെയിം മെറ്റീരിയൽ തന്നെ ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ കോളത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ കഴിയും. അപ്പോൾ ഈ സെയിം മെറ്റീരിയൽ തന്നെ ഇതിലേക്ക് വരും. അത് പെയിൻ്റ് ആയിട്ട് വരും. ഞാൻ ഇവിടെയും കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ ഈ സൈഡ് കോളത്തിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല. നമ്മൾ എവിടെയാണോ പെയിൻറ്റിങ് ചെയ്തത് ആ ഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് കോളംസിനൊന്നും ചേഞ്ചസ് വന്നിട്ടില്ല. കാരണം കോളംസ് എല്ലാം ഒരൊറ്റ ടൈപ്പാണ്. പക്ഷേ നമ്മൾ പെയിൻറ്റ് എവിടെ ഏത് സൈഡിലാണോ കൊടുത്തത് ആ ഒരു സൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് കണക്ക് നമുക്ക് പെയിൻറ്റിങ് മൊത്തം വോളിലും കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലെവൽ 2ലേക്ക് പോയി.
ലെവൽ 2ലേക്ക് പോയതിനു ശേഷം എനിക്കിപ്പം ഈ 2 സൈഡ് യെല്ലോ ആണ് വരേണ്ടത്. ഓക്കെ, മോഡിഫൈ ടാബിലേക്ക് പോയി ഞാനിവിടെ പെയിൻറ് എടുത്തു. ഇവിടെ യെല്ലോ കളർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ യെല്ലോ സെലക്ട് ചെയ്തു. യെല്ലോ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ കൊടുക്കാൻ നേരത്തൊരു പ്രോബ്ലം ഉണ്ട്. എന്താണ്, ഈ ഒരു വോൾ എന്ന് പറയുന്നത് സിംഗിൾ എലമെൻ്റ് ആയിട്ട് കിടക്കുകയാണ്. നമുക്കിതിനെ കട്ട് ചെയ്യണം ആദ്യം തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസൽ ചെയ്തിട്ട് മോഡിഫൈ ടാബിനകത്ത് ഇവിടെ സ്പ്ലിറ്റ് എലമെൻ്റ് ഉണ്ട്. അതെടുത്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 എലമെൻ്റ് ആയിട്ടുണ്ട്. ഇതൊരു എലമെൻറ്റ്, ഇതൊരു എലമെൻറ്റ്. അതിനുശേഷം വീണ്ടും മോഡിഫൈ ടാബിലേക്ക് വന്ന് ഇവിടെ പെയിൻറ് എടുക്കണം. പെയിൻറ് എടുത്തതിന് ശേഷം ഞാൻ യെല്ലോ തന്നെ ചൂസ് ചെയ്യാണ്. ഓൾറെഡി നമ്മളിവിടെ യെല്ലോ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് അത് കഴിഞ്ഞിട്ട് ഇവിടെ വൈറ്റ് ആണ് വരേണ്ടത്. അപ്പോൾ വൈറ്റ് സെലക്ട് ചെയ്യണം. വൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ജസ്റ്റ് വൈറ്റ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ വൈറ്റ് ഉണ്ട്. അതുപോലെ ഔട്ട് സൈഡ് മൊത്തത്തിൽ വൈറ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി 3D വ്യൂ ഒന്ന് നോക്കാം. 3D വ്യൂയിലേക്ക് പോയതിനു ശേഷം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, 3D വ്യൂയിലൊക്കെ അപ്പോഴേക്കും ലാഡിങ് എല്ലാം വന്നിട്ടുണ്ട്. ഔട്ട് സൈഡ് മൊത്തം വൈറ്റ് ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ സൺലൈറ്റിൻ്റെ ആ ഒരു ഷെയ്ഡാണ് കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പെയിൻറ്റിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക.